സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നമ്മളൊരു പുതിയ ഫോർമേഷൻ വെച്ച് സ്ക്വാഡ് ബിൽഡിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മളെ ന്യൂ ഫോർമേഷൻ. അപ്പോൾ ഇത് പൊസിഷൻ ഗെയിം അതേപോലെ ക്യുക്കണ്ടറൊക്കെ നല്ല ഫോർമേഷനാണ്. അപ്പോൾ നമുക്ക് പ്ലേയേഴ്സിനെ പിടിച്ചിടാം. ഫസ്റ്റ് തന്നെ നമുക്ക് ജി കെന്ന് തുടങ്ങാം ഗൈസ്. അപ്പോൾ ജി കെയിൽ നമ്മൾ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യൽ നമ്മുടെ പിക്ഫോർഡിൻ്റെ ഈ കാർഡാണ് ഞാൻ കറൻ്റ് യൂസ് ചെയ്യൽ. ഇപ്പോൾ അടുത്ത് സെലക്ഷൻ കോൺട്രാക്ട് വെച്ചെടുത്താണ്. അവിടെ ബായിനെ നമ്മൾ സബ്ബിൽ കീപ്പറായിട്ട് ഇടല്. ചില സമയത്ത് ബായിനെ യൂസ് ചെയ്യാറുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിഫൻസ് കീപ്പറാണ് ബായ്. ഫ്രീ കാർഡാണ്, അപ്പോൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പിക്ഫോർഡ് നല്ലൊരു കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഗൈസ്. ചില സമയത്ത് നല്ല പെർഫോമൻസ് തരലുണ്ട്. പിന്നെ നമ്മുടെ ഈ ടെർച്ചകൻ്റെ കാർഡൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ കളിപ്പിച്ച് നോക്കുക, അതൊക്കെ നല്ല കാർഡാണ്. നമുക്ക് എൽ ബി ഞാൻ കളിപ്പിക്കൽ നമ്മുടെ ഈ അർണോൾഡിൻ്റെ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് കാർഡാണ്. ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡാണ്, എന്നാലും ആർ ബി എൽ ബി ഒക്കെ സെറ്റായി കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഞാൻ ഏകദേശം 905 മാച്ചിൻ്റെ അടുത്ത് കളിപ്പിച്ചിട്ടുണ്ട്. നല്ല സെറ്റ് പീസൊക്കെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ ആർ ബി ആയിട്ട് യൂസ് ചെയ്യൽ നമ്മളെ ക്രിസ്മസിന് കൊനാമി ഫ്രീ ആയി തന്ന ഈ ബെല്ലറ്റിൻ്റെ കാർഡാണ്. ഇത് അത്യാവശ്യം നല്ല വെറുത്ത് കാർഡാണ് കേട്ടോ ഗൈസ്. കുഴപ്പമില്ലാതെ അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. അത്യാവശ്യം നല്ല ഡിഫൻസ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. അവിടെ നിന്ന് മാറ്റില്ല, ഇപ്പോൾ ആ സ്ഥലത്ത് ഓനാണ് കളിപ്പിച്ചൽ. സബ്ബായിട്ട് നിർത്തൽ ഈ ഹക്കീമിൻ്റെ കാർഡാണ്. കിട്ടിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ, അതാണ് കളിപ്പിക്കൽ. പിന്നെ നമ്മുടെ ഹക്കീമി കുഴപ്പമില്ല കേട്ടോ, ഫുൾ ബാക്ക് ഫിനിഷറാണ്. നമ്മുടെ ഈ കുണ്ടൻ്റെ കാർഡാണ് ഞാൻ കളിപ്പിക്കാറ്. ഹക്കീമി ഇപ്രാവശ്യം കിട്ടിയോണ്ട് അങ്ങനെ കളിപ്പിച്ചാൽ തന്നെ ഉള്ളൂ. നമുക്ക് അടുത്ത 2 CBന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോളിൽ തന്നെ ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയറാണ് ഞാൻ ഉപയോഗിക്കൽ. അപ്പോൾ നമുക്ക് 2 ഫ്രീ ആയി കിട്ടിയ കാർഡാണ് നമ്മൾ ടോണി ആദംസിൻ്റെ ഈ ഒരു കാർഡ്. എല്ലാവരും യൂസ് ചെയ്യുന്ന കണ്ടിരുന്നു. ഞാൻ നല്ലൊരു കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം 102 ഓവറോളൊക്കെ പോകുന്ന ഒരു കാർഡാണ്. 950 അടുത്ത മാച്ച് കളിച്ചിട്ട് 50 ഗോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഡിസ്ട്രോയർ പ്ലേസ്റ്റൈൽ പറഞ്ഞൊരു നല്ല കാർഡാണ്. പിന്നെ അതേപോലെ നമ്മൾ യൂസ് ചെയ്യൽ ബിൽഡപ്പ് നമ്മുടെ ബസ്റ്റോണിൻ്റെ കാർഡാണ്. ഇതും ഫ്രീ കാർഡാണ്. സെലക്ഷൻ കോൺട്രാക്ട് വെച്ചെടുത്തൊരു ഫ്രീ കാർഡാണ്. 233 മാച്ചൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. അതേപോലെ നമ്മുടെ സബ്ബൊക്കെ നമ്മൾ വാൻഡേക്കിനാണ് യൂസ് ചെയ്ത് തരുന്നത് ബിൽഡപ്പ്. താലിബിൻ്റെ കാർഡ് കുറച്ചും കൂടി സ്പീഡ് കൂടുതലായിരുന്നു. ഇപ്പോൾ ഓനാണ് യൂസ് ചെയ്യാറുള്ളത്. 99 ഓവറൊക്കെ ഉള്ള ഒരു കാർഡാണ്. നമ്മളെ റൂബിൻ ഡിയാസാണ് നമുക്ക് ടോണി ആദംസിൻ്റെ സബ്ബായിട്ട് ഞാൻ ഉപയോഗിക്കാനുള്ള ഡിസ്ട്രോയർ. അത്യാവശ്യം നല്ല കാർഡാണ്. ചെറുതായിട്ട് സ്പീഡ് കുറവുണ്ടാകും, അതാണ് കുഴപ്പം വരുന്നത്. പിന്നെ നമുക്കിനി വേണ്ട 2 DMF അല്ല, ഒരു DMF ഒരു CMF ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് DMF നോക്കാം. DMF ഞാൻ യൂസ് ചെയ്യാൻ നമ്മുടെ ഈ ചൗമിനിൻ്റെ കാർഡ് നൈസ് കാർഡാണ്. ആങ്കർമാൻ കാർഡ്, പിന്നെ നമ്മുടെ ഈ റോഡിൻ്റെ കാർഡും നല്ലതാണ്. പിന്നെ നമ്മുടെ ക്യാൻഡിൻ്റെ ഷോർട്ട് ടൈം ഇത് കിട്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച എത്ര കിട്ടിയാണ്. കുഴപ്പമില്ലാത്തൊരു കാർഡാണ് കേട്ടോ, ബോക്സ് ടു ബോക്സ്. അപ്പോൾ നമ്മൾ സബ്ബിലിടാറുണ്ട് ചൗമിനിൻ്റെ പകരമൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ചില സമയത്ത് CMF യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യുന്ന കാർഡാണ് ആ ക്യാൻഡിൻ്റെ കാർഡും അതേപോലെ ചൗമിൻ്റെ കാർഡും. ചൗമിനി സൂപ്പർ കാർഡാണ് ഗൈസ്. നല്ലൊരു ആങ്കർമാൻ അല്ലെങ്കിൽ നിങ്ങളത് ഉണ്ടെങ്കിൽ ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഗുട്ടിൻ്റെ കാർഡാണ് എനിക്ക് ഫ്രീ ട്രെയിനിൽ കിട്ടിയാണ്. നമ്മുടെ കക്കൻ്റെ ബാക്കിൽ ഫ്രീ ട്രെയിനിൽ കിട്ടിയാണ്. നല്ല കാർഡാണ്. കളിക്കണ മാച്ചിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓർക്കസ്ട്രേറ്റ് നല്ലൊരു കാർഡാണ് അത്. പിന്നെ നമ്മുടെ സെർജിനോൻ്റെ ഒരു കാർഡ് ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. അവൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ LB ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. കാരണം ഡിഫൻസ് എബിലിറ്റി ഒക്കെ കൊടുത്തിട്ട് ഒരു LB ആയിട്ടും പിന്നെ നമ്മുടെ LMF ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. 2 AMF ആവശ്യമുണ്ട്. 2 ഹോൾ പ്ലെയറോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലെയർ മേക്കർ ഒരു ഹോൾ പ്ലെയറാണ് യൂസ് ചെയ്യൽ. AMFന് ചില സമയത്ത് ഞാൻ റൈറ്റ് മിഡും അല്ലെങ്കിൽ ലെഫ്റ്റ് മിഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാർഡാണ് നമ്മുടെ ഈ വിനീഷ്യസിൻ്റെ കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് യൂസ് ചെയ്യൽ പ്ലെയർ ഓഫ് ദി വീക്കാണ് ഈ വിനീഷ്യസ്. CF ആയിട്ടും അല്ലെങ്കിൽ ലെഫ്റ്റ് മിഡും ആയിട്ട് യൂസ് ചെയ്യേണ്ട നല്ലൊരു കാർഡാണ്. അത്യാവശ്യം നല്ല ഗോൾ സ്കോറിംഗ് ഒക്കെ ചെയ്യണം. 300 സംതിങ് മാച്ചൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി കാർഡാണ്. പിന്നെ നമ്മുടെ ഈ ലെമ്പാട് അടുത്ത് കിട്ടിയാണ്. നല്ലൊരു കാർഡ് വെച്ച് ഫീൽ ചെയ്തു. ഫ്രീ സ്പിൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ ചാനലുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ കാണാത്തൊരു കണ്ടോ കേട്ടോ ഗൈസ്. നമ്മൾ AMF യൂസ് ചെയ്യൽ നമ്മുടെ ഈ ബെല്ലിങ്ങത്തിൻ്റെ ഈ കാർഡാണ്. 102 ഓവറോൾ പോണ പ്ലെയർ ഓഫ് ദി കാർഡാണ്. ഈ പ്ലേ മേക്കറാണ്. അത്യാവശ്യം നല്ല സ്പീഡും അതേപോലെ ആക്സലേഷനും ഒക്കെ ഉള്ള ഒരു കാർഡാണ്. പിന്നെ നമ്മുടെ ഈ എമാലിൻ്റെ കാർഡ് ഞാൻ റൈറ്റ് മിഡ് വിങ് ആയിട്ട് യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഈ മെസ്സിൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടൈം മെസ്സി. ഇത് സൂപ്പർ കാർഡാണ്, നമുക്ക് പിടിച്ചിടുക. അതിൻ്റെ മുമ്പ് നമുക്ക് CF SS ഒക്കെ നമുക്ക് പിടിച്ചിടാം കേട്ടോ. CFൽ നമ്മൾ യൂസ് ചെയ്യാൻ പ്രത്യേകങ്ങൾ വീഡിയോ കാണുന്നവരാച്ച അറിയാം. നമ്മുടെ ഫോർലാൻഡ് ഈ ഒരു കാർഡാണ്, സൂപ്പർ കാർഡാണ് ഗൈസ്. ലോങ് റേഞ്ചൊക്കെ കിണ്ണ സാധനമാണ്. ഇതും എനിക്കൊരു 600 കോയിന് കറക്കിയപ്പോൾ കിട്ടിയാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഒരു കാർഡാണ് ഫോർലാൻഡ്. നമ്മുടെ ഈ ഫെർമിനോൻ്റെ കാർഡാണ് ഞാൻ യൂസ് ചെയ്യല്. കോംബോ ആയിട്ട് ഡീപ്പ് ലൈൻ ഫോർവേഡ് നമ്മളെ ക്രിസ്ത്യാനോക്ക് വേണ്ടിയിട്ട് കറക്കിയപ്പോൾ ഫ്രീ ട്രെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ കിട്ടിയാണ് അവനെ. പിന്നെ നമ്മുടെ ഈ ഓവൻ്റെ കാർഡ് നമ്മൾ സബ്ബായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോം അനുസരിച്ച് മാറ്റി കളിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ കാർഡാണ്. 98 മാച്ച് 74 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല സ്പീഡുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ സബ്ബായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. എംബുമോൻ്റെ കാർഡാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യാറ്. പിന്നെ ഇതിന് വലിയ സ്റ്റാമിന ഇല്ലാത്തൊരു കാർഡായതുകൊണ്ട് ഞാൻ സൂപ്പർ സബ്ബായിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറ്.
അത്യാവശ്യം നല്ല ഗോൾ സ്കോർ ചെയ്യണ ഒരു ഗോൾ പോസ്റ്റിൻ്റെ കാർഡാണ് എംബാപ്പേൻ്റെ. പിന്നെ നമ്മൾ യൂസ് ചെയ്യൽ നമ്മുടെ ടോറസിൻ്റെ ഈ ഒരു കാർഡാണ്. 500 കോയിനിൽ വെർത്തായിട്ടുള്ള കാർഡാണ്. വന്നപ്പോൾ തന്നെ ഞാൻ കോയിൻ സേവ് ചെയ്ത് ടോറസിന് എടുത്തിരുന്നു. 500 കോയിന് വെർത്തായിട്ടുള്ള ഒരു കാർഡാണ്. നമുക്ക് ചെറിയ പോരായ്മ സ്പീഡിലാണ്. അപ്പോൾ സ്പീഡ് ചെറുതായിട്ട് പ്രോഗ്രഷനൊക്കെ മാറ്റി കൊടുത്താൽ നല്ലൊരു കാർഡാണ്. പിന്നെ നമ്മുടെ ഈ ക്രിസ്ത്യാനോൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാർഡ് നല്ലൊരു കാർഡാണ്. എൻ്റെ ആകപ്പാടുള്ള ക്രിസ്ത്യാനോ കാർഡ് അതാണ്. പിന്നെ നമ്മളെ ഈ ഹാൾഡിനെ ക്ലൈവേർട്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ ഫോക്സ് ഇൻ ദി ബോക്സ് പ്ലേ ചിലതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. നമുക്ക് മെസ്സിനെയും കൂടെ നമ്മളെ പിടിച്ച സ്കോഡിലിടെ ഈ മെസ്സിനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്കോഡിന് ഓവർവ്യൂ വരുന്നത് ഗൈസ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങളുടെ സ്കോഡിന് സ്ട്രെങ്ത്ത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണി സപ്പോർട്ട് ചെയ്യുക. ഈ ഫുട്ബോൾ 2025 നിങ്ങൾ കളിച്ചിൽ വെച്ച് ഏറ്റവും നല്ല ഫോർമേഷൻ ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. വർഷം യൂസ് ചെയ്യലെ ഏറ്റവും ബെസ്റ്റ് ഫോർമേഷൻ ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ട്രസ്റ്റബിളായിട്ട് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും പോയി ജോയിൻ ആക്കുക. നല്ലൊരു ഗ്രൂപ്പാണ്. ലോ പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളെ മാനേജറിന് സ്റ്റീഫൻ ജെറാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഡ്രിബ്ലിംഗ് ആണ് നമുക്ക് ബൂസ്റ്റർ വരുന്നത്. ഞാൻ കുറച്ച് കാലം മുമ്പ് എടുത്താണ്. മാർട്ടിനസ് കോച്ച് എടുത്തൊരു കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. എങ്ങനെയുണ്ട്, വെർത്ത് കോച്ചാണോ എന്നൊക്കെ വെച്ചൊന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഫോർമേഷനിൽ 2 ഒഫൻസീവ് ഫുൾ ബാക്ക് ആയതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറ്. ഡീപ്പ് ലൈനിൽ ചൗമിനെ പ്ലേസ് ചെയ്യും. 3 CB പോലെ ചൗമിനി കളിച്ചോളും. അതേപോലെ നമ്മളെ കൗണ്ടർ ടാർഗറ്റ് 4 ലാനാണ് കൊടുക്കല് ഗൈസ്. പിന്നെ ഈ സ്ക്വാഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ സ്ക്വാഡ് സ്ട്രെങ്ത്ത് എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കളിക്കണേ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. അതിലും പോയി ജോയിൻ ആക്കുക. നല്ല ലോ പ്രൈസിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. ട്രസ്റ്റബിളാണ്. മലയാളീസ് ഗ്രൂപ്പാണ് ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്.